ഞങ്ങളുടെ അച്ഛൻ പോയി മുത്തുവിനെ ഇനിയും കാണുന്നില്ലല്ലോ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്തൊക്കെയാ കേൾക്കുന്നത്? ആഹാ, ഇത് നല്ല ചോദ്യം. പുള്ളിക്കാരനെ കാണാത്തോണ്ടല്ലേ ഞങ്ങള് തപ്പി ഇറങ്ങിയത്. അപ്പൊ ഞങ്ങളോട് ചോദിക്കുന്നു വന്നില്ലേ? എന്താ ആളിവിടെ ഇല്ലേ? ഇല്ല, ഇന്ന് കണ്ടില്ല. ഞങ്ങൾ കരുതി ജോഗിങ്ങിന് പോയിട്ടുണ്ടാവുന്ന. അതാണല്ലോ പതിവ്. ചിലപ്പോ എണീറ്റ് കാണില്ല. ചില ദിവസമൊക്കെ എനിക്കും ഇങ്ങനെയാ. എണീറ്റ് നോക്കുമ്പോഴായിരിക്കും നേരം പോയത് കാണുന്നത്. പിന്നെ അങ്ങ് കിടക്കും. അത് തോമാച്ചന്റെ ബെക്കിന്റെ അളവ് കൂടുന്നോണ്ടാ. തല പൊങ്ങില്ലെന്നേ. ഹാങ്ങോർ. പോയി ശമട്ട, പോയി. ഞങ്ങളുടെ അച്ഛൻ പോയി ശമട്ട. ഒന്നും പറയാതെ പോയി ശമട്ട. ഞങ്ങളെ ഒറ്റയ്ക്കാക്കിട്ട് ഞങ്ങളെ അച്ഛൻ പോയി ശമട്ട. നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടിട്ട് പോയി ഗംഗച്ചി. ഗംഗച്ചി ചാവട. ഗംഗേ, ഗംഗേ, ഗംഗച്ചി, ഗംഗേ. വേഗം വണ്ടി എടുത്തു.
10 കഴിഞ്ഞല്ലോടി. മുത്തുവിനെ ഇനിയും കാണുന്നില്ലല്ലോ. ഏതായാലും പുറത്ത് അധിക നേരം ഇരിക്കണ്ട, അവൻ വന്നോളും. നീ വാ. ഹലോ ടീച്ചറമ്മ, ഇത് ഞാനാ മുത്തു. എന്റെ മുത്തു, നേരെ എത്രയെന്നറിയോ? നീ ഇതെവിടെയാ? ഇവളിവിടെ കിടന്ന് തീ തിന്ന. ആശുപത്രിയിലായിരുന്നു ടീച്ചറമ്മ. ഗംഗേച്ചി ഐസിയുലാ. ഡോക്ടർമാർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ശ്യാമേട്ടനും ഗിരീടനും ഒക്കെ എപ്പോഴും അവിടെ. എന്തോ കുഴപ്പം ടീച്ചറമ്മ. അത് ആശുപത്രിക്കാരൊന്നും പറയാത്തത്. അപ്പുക്കുട്ട സാറിന്റെ അടക്ക സമയത്ത് പോലും ശ്യാം സാർ ആശുപത്രിയിലായിരുന്നു. കഞ്ചനമ്മ വന്നോടാ? ബോംബെയിലേക്ക് ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. അവരെത്തുമ്പോഴാണ് അടുത്ത ശണ്ട. അതെന്തിനാ? ടീച്ചറമ്മയ്ക്ക് അറിയില്ലേ, അവരൊരു വഴക്കാളിയാ. ഇനി ഈ കാരണവും പറഞ്ഞോണ്ട് തുടങ്ങിക്കോളും. നീ വല്ലതും കഴിച്ചോ? അതൊക്കെ ശ്യാം സാർ വാങ്ങി തന്നു. കാലത്തെ ഇങ്ങ് വന്നേക്കണം. ശരി ടീച്ചറമ്മ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്തൊക്കെയാ കേൾക്കുന്നത്? ഗിരിയേട്ട, ഗംഗേച്ചിയുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനമില്ല. ഈ സ്റ്റേജിൽ ഇങ്ങനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? ഗാഥയുടെ കാര്യം ഏറെ കഷ്ടം. അവൾ ഇതുവരെ ഒന്നും കരഞ്ഞിട്ട് കൂടിയില്ല. ആരോടൊന്നും മിണ്ടാതെയില്ല. അവളുടെ ഇരിപ്പ് കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നു ഗിരിയേട്ട. അവളൊന്ന് പൊട്ടി കരയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. കഞ്ചനാമ ഇന്ന് ഓരോന്നല്ലേ പറഞ്ഞത്? മരിച്ചതായി കഞ്ചനാമയോട് പറഞ്ഞിട്ടില്ല. പറയേണ്ടതായിരുന്നു. ഗാഥയുടെ ആ
ഗാദേ, എന്തൊരു ഇരിപ്പ ഇത്. നീയൊന്നും കഴിച്ചിട്ട് കൂടി ഇല്ലല്ലോ. എഴുന്നേക്ക് മോളെ, വാ. എഴുന്നേക്ക് മോളെ, ചെന്നൂലം കഴിക്കും. വാ. കഞ്ചനാമ്യ, പോയി അമ്മേ, പപ്പ പോയി. എനിക്കാരുമില്ല അമ്മേ, പപ്പ പോയി. അമ്മയ്ക്ക് പപ്പ ഒന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ അമ്മ. തൊട്ടു പോകരുത്, എല്ലാം കഴിഞ്ഞു അല്ലേ? എല്ലാരും കൂടി ചേർന്ന് കത്തിക്കുകയും ചെയ്തു. ഞാനാരും, എനിക്ക് എന്ത് അവകാശം? എവിടുന്നോ കേറി വന്നു ഒരുത്തി അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ കരുതിയത്? കാഞ്ചനമ്മ, അത് ഇവിടുത്തെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഗംഗേച്ചിക്ക് വേണ്ട, മിണ്ടരുത്. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. ഇപ്പോഴും എല്ലാരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തിയല്ലേ? ഇപ്പൊ വന്നത് കൊണ്ട് എനിക്ക് എന്റെ മോളെങ്കിലും ജീവനോടെ കിട്ടി. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ഇവിടെ കൊന്നേനെ. കാഞ്ചനമ്മേ, എന്താടാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഏതോ ഒരുത്തിനെ കൊണ്ട് ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു, സുഖമില്ലാതെ കിടക്കുന്നു, വേണമെങ്കിൽ വന്ന് കണ്ടോളാൻ. ഒരു ഔദാര്യം പോലെ. കഞ്ചനമ്മ എങ്ങനെ ദേഷ്യപ്പെടരുത്, എല്ലാം സമാധാനമായിട്ട് കേൾക്കണം. അകത്തേക്ക് വരൂ. ഞാൻ സമാധാനിക്കണോ അല്ലേ? എന്നിട്ട് മരണറിഞ്ഞു വന്ന അയൽക്കാരെ പോലെ വേണമെങ്കിൽ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ട് വേഗം പൊക്കണം അല്ലേ? അതല്ലേ നീ ഉദ്ദേശിച്ചത്? പോകാൻ തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഇനി ഞാനും എന്റെ മോളും ഇവിടെ കഴിയുന്നതിൽ ഒരർത്ഥവും ഇല്ല. ദേ, വെറും കൈയോടെ ആയിരിക്കില്ല ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതിനു മുമ്പേ ഈ കഞ്ചനക്ക് ചിലതെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. കഞ്ചനമ്മേ, കേട്ട വാ വാ. കഞ്ചനമ്മേ, ഒന്നും കാര്യാക്കണ്ട കിരിയേട്ട. കഞ്ചനമ്മയുടെ മാനസികാവസ്ഥ നമ്മളും മനസ്സിലാക്കണം. ഒന്ന് അടങ്ങട്ടെ, എല്ലാം പറഞ്ഞ് നേരെയാക്കാം.